ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നോമ്പിൻ്റെ 3-ാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നോമ്പ് ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുന്നതാണ്. മനുഷ്യ ജീവിതത്തിൽ ഞാനെന്ന അഹങ്കാരം മനുഷ്യൻ്റെ തകർച്ചയ്ക്ക് നിദാനമായി തീരുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാനെന്ന അഹങ്കാരം ഒരു മനുഷ്യനിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ അവൻ്റെ ജീവിതം അർത്ഥവത്തായ ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുകയാണ്. ഈഗോ എന്ന ഇംഗ്ലീഷ് പദം അഹം, ബോധം, അഹന്താനിഷ്ഠം, ഞാനെന്ന ഭാവം എന്നീ അർത്ഥങ്ങളുള്ളതാണ്. തന്നെക്കുറിച്ച് തന്നെയുള്ള അമിതമായ ബോധ്യമാണ് ഇതിൽ അന്തർലീനമായിരിക്കുക. തൻ്റെ ബലഹീനതകളെ കാണാതിരിക്കുവാനും കണ്ടാൽ തന്നെ അവയെ മറയ്ക്കുവാനും കഴിവുകളെ പെരുപ്പിച്ചു കാണിക്കുവാനും ശ്രമിക്കുന്ന ഒരു മനോഭാവമാണ് ഈ ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുക്കുക. അതിനാൽ ക്രിയാത്മകമായ ആത്മബോധത്തിനു പകരം നിഷേധാത്മകമായ അഹങ്കാരമാണ് ഉരുത്തിരിയുക. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാനെന്ന ഭാവം ഇല്ലാതാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അമിതമായ സ്വാർത്ഥത ഇതിന് കാരണമായി തീരുകയാണ്. മറ്റാരും സ്വന്തം ജീവിതത്തെ തൊടാൻ അനുവദിക്കില്ല എന്ന ചിന്തയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത്. തൊട്ടാവാടി സുപരിചിതമായ ഒരു സസ്യമാണ്. പടയിഞ്ച എന്ന് അതിന് പേരുണ്ട്. പടർന്ന ചെടിയിൽ നിറയെ മുള്ളുകളുണ്ട്. തൊട്ടാൽ അതിൻ്റെ അഴകാർന്ന ഇലകളും പൂക്കളും മടങ്ങിത്താഴും. മുള്ളുകൾ എഴുന്നു നിൽക്കുകയാണ്. ചില മനുഷ്യരും ഇങ്ങനെയാണ്. അതിനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ മതി, ആക്രമണം അഴിച്ചുവിടുകയും മറ്റുള്ളവനെ ഉപദ്രവിക്കുവാൻ നഖശികാന്തം എതിർക്കുകയും ചെയ്യുന്ന മനുഷ്യക്കോലങ്ങൾ. മറ്റുള്ളവരുടെ വികാരങ്ങൾ ശ്രദ്ധിക്കുവാൻ താല്പര്യമില്ലാത്തവർ, തൻ്റെ അഭിപ്രായങ്ങളും ആശയങ്ങളും മാത്രം ശരിയെന്നും മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്നും വ്യാഖ്യാനിക്കുവാൻ ഇങ്ങനെയുള്ളവർ പരിശ്രമിക്കുകയാണ്. റീത്ത സ്നോഡർ എന്ന എഴുത്തുകാരി തൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരു ഈഡിത്ത് എന്ന സ്ത്രീയെപ്പറ്റി ഇങ്ങനെ എഴുതി വച്ചു. അതിൻ്റെ മലയാള വിവർത്തനം ഇങ്ങനെയാണ്: വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും തന്നാൽ തന്നെ ചുറ്റപ്പെട്ട ഒരു ചെറിയ ലോകമാണ് എൻ്റെ ഈ ജീവിതം. ഈഡിത്ത് തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തെ പരാമർശിക്കുന്ന ഈ വാക്കുകളും അവളിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന സ്വഭാവത്തെയും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതാണ് പലരുടെയും ജീവിതത്തിൽ ഇന്ന് കാണുവാൻ കഴിയുക. സ്വയത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം. ആത്മീയ രംഗത്തും ഇത് ഇന്ന് നമുക്ക് ദർശിക്കാം. പണ്ട് സിമയോൻ എന്ന യഹൂദ റബി പറഞ്ഞു, ലോകത്ത് 2 നീതിമാന്മാരുണ്ടെങ്കിൽ അവർ ഞാനും എൻ്റെ മകനുമായിരിക്കും. അതിൽ ഒരാൾ മാത്രമാണെങ്കിൽ ഞാൻ തന്നെയായിരിക്കും. ഒറ്റ സഭയായിരുന്ന ക്രിസ്തീയ സഭ ഇന്ന് പലതായി തീരുവാനുള്ള കാരണം ദൈവത്തോടുള്ള സ്നേഹവും ആദരവും ദൈവഭക്തിയുമല്ല. പ്രധാന കാരണം സ്വാർത്ഥതയും അഹങ്കാരവും, സ്വാർത്ഥമായ ലാഭത്തിനും നേട്ടങ്ങൾക്കും തൻ്റെ ജീവിതത്തെ വലുതായി കാണിക്കുവാനുള്ള പരിശ്രമത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. ഒന്നായിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് പലതായി തീർന്നതും വിഭിന്നമായ ചിന്തയല്ല. ഞാനെന്ന അഹങ്കാരം കൊടികുത്തി വാഴുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭിന്നതയും സ്വാർത്ഥതയും ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോമ്പുകാലം തന്നിൽ തന്നെ വിനയപ്പെടുന്നതിനും താഴ്മ ധരിക്കുന്നതിനും ക്രൂശിതനായ ക്രിസ്തുവിനെ തന്നിൽ വലിയവനാണെന്ന് വ്യക്തമാക്കുവാനും പരിശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത്. ആർക്കും ബഹുമാനവും അനുസരണവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ തലമുറകൾ. സഹപാഠികളെ പോലും സ്നേഹിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായ ഇന്നത്തെ സംസ്കാരം വളർന്നു വരികയാണ്. ലഹരിക്കും മറ്റ് പലവിധമായ ജീവിത അനുഭവങ്ങൾക്കും അടിമപ്പെട്ടു പോയ തലമുറകൾ ഇന്ന് സ്വാർത്ഥതയിൽ നിന്ന് സ്വാർത്ഥതയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്.
കുടുംബ ബന്ധങ്ങളിൽ പോലും ഇതെന്ന് വളർന്നു വരികയാണ്. പരസ്പര സ്നേഹമില്ലായ്മ, ബഹുമാനമില്ലായ്മ, അനുസരണമില്ലായ്മ ഇത് മക്കളിലും ഭാര്യഭർത്തൃ ജീവിതത്തിലും ഒക്കെ ദർശിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളട്ടെ എന്നാണ്. മറ്റുള്ളവനെ ശ്രേഷ്ഠനായി കാണുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്കും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുകയില്ല. നോമ്പ് അർത്ഥവത്തായി തീരണമെങ്കിൽ ജീവിതയാത്രയിൽ ഓർത്തിരിക്കേണ്ടത് തന്നെ താഴ്ത്തുകയും വിനയപ്പെടുത്തുകയും ചെയ്യുന്നു. സ്വന്തം കഴിവും കഴിവുകേടും മനസ്സിലാക്കി സ്വയസ്നേഹവും വിനയത്തിൻ്റെയും വളർച്ചയുടെയും അടിസ്ഥാനമായി ജീവിതത്തെ പടുത്തുയർത്തുവാൻ കഴിയണം. സ്വാർത്ഥതയും അഹങ്കാരവും വളർച്ചയ്ക്ക് താങ്ങായിരിക്കയില്ല. വളർച്ച തന്നിലേക്കുള്ള ഒഴുക്കാണ്, സ്വാർത്ഥത ആ ഒഴുക്കിനെ തടയുകയാണ്. അതിനാൽ തന്നിലൊന്നും നിക്ഷിപ്തമാകുന്നില്ല എന്ന ചിന്ത മനസ്സിലാക്കുവാൻ തയ്യാറാകണം. ശ്രീനാരായണ ഗുരു പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ പോയാലേ ജ്ഞാനം വരികയുള്ളൂ. ഞാൻ എന്ന അഹങ്കാരം മാറിയാലേ ഒരുവനിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടാകുകയുള്ളൂ. ഒരിക്കൽ യേശു തൻ്റെ ശിഷ്യന്മാർ മറ്റുള്ളവർ എന്തും പറയട്ടെ എന്ന ചിന്തയാണ് ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നത്. പ്ലേറ്റോ ഇതിനെക്കുറിച്ച് പറയുന്നത്, ജ്ഞാനം പ്രാപിപ്പാൻ ഏറ്റവും അയോഗ്യൻ താനാണെന്ന് അറിയുന്നവനാണ് ഏറ്റവും വലിയ ജ്ഞാനി. ജ്ഞാനം പ്രാപിക്കുവാനായിട്ട് താൻ ഏറ്റവും അയോഗ്യനാണെന്ന് സ്വയം സമ്മതിച്ചു കൊടുക്കുമ്പോൾ അവൻ ഏറ്റവും വലിയ ജ്ഞാനിയായി മാറുകയാണ്. അവിജ്ഞാന ശാകുന്തളത്തിലെ ഈ ഭാഗം ശ്രദ്ധിക്കൂ. വൃക്ഷശാഖകൾ ഫലം തിങ്ങുമ്പോൾ തനിയെ താഴ്ന്നു വരുന്നു. മേഘങ്ങൾ പുതുവെള്ളം നിറയുമ്പോൾ കൂടുതൽ താഴ്ന്നു. സത്തുക്കൾ സമൃദ്ധി കൊണ്ട് അഹങ്കാരികളാകുന്നില്ല. പരോപകാരികളുടെ സ്വഭാവം തന്നെയാണിത്. പ്രിയമുള്ളവരെ, ഫലം കായ്ക്കുമ്പോൾ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് അവൻ കാൽവയ്ക്കുകയാണ്. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണമെങ്കിൽ സ്വയം വിനയപ്പെടുന്ന മനോഭാവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് തയ്യാറാകണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 15-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ കൊരിന്ത് ലേഖനത്തിൽ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായ പൗലോസ് പറയുന്നത്, ഞാൻ ഏറ്റവും അപ്പോസ്തലന്മാരിൽ ചെറിയവനാണ്, സകല വിശുദ്ധരിലും ഏറ്റവും ചെറിയവനാണ് ഞാൻ, പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് 1 തീമോഥെയോസ് 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ സ്വയം സമർപ്പിക്കപ്പെട്ട പൗലോസിനെ പോലെ സ്വയം വിധേയപ്പെടുത്തുന്നതിനും താഴുന്നതിനും ഞാൻ അയോഗ്യനാണ് എന്ന ചിന്തയിലേക്ക് വളരുന്നതിനും അതിലൂടെ ഉയർച്ച പ്രാപിക്കുന്നതിനും നമുക്ക് ഇടയായിത്തീരണം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ പറഞ്ഞു, എന്നെക്കാൾ നികൃഷ്ടനും ഗുണമില്ലാത്തവനും മോശക്കാരനുമായ മറ്റൊരു വ്യക്തി ഈ ലോകത്തിലില്ല. നമ്മുടെ വളർച്ചയും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയും സംഭവിക്കണമെങ്കിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാനെന്ന അഹങ്കാരം പാടെ മാറ്റിവെച്ചിട്ട് ഞാനൊന്നുമല്ല എന്ന് സ്വയം സമ്മതിച്ചു കൊടുക്കുന്നതിനും വിനയപ്പെടുന്നതിനും നമ്മുടെ വളർച്ചയും നമ്മുടെ ഉയർച്ചയും കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന സ്വയ വിനയത്വം വളർത്തിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുക. ഞാനോ കുറയണം, ക്രിസ്തു എന്നിൽ വളരണം എന്ന ചിന്ത ഈ നോമ്പ് കാലഘട്ടത്തിൽ വളർത്തിയെടുക്കുവാൻ കഴിയുമ്പോഴാണ് ഈ നോമ്പ് അന്വർത്ഥമായി അർത്ഥവത്തായി തീരുക. ഞാൻ വലിയവനാകുമ്പോൾ ക്രിസ്തു എന്നിൽ ചെറിയവനാകും, ഞാൻ ചെറിയവനാകുമ്പോൾ ക്രിസ്തു എന്നിൽ വലിയവനാകും. ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ ഒന്നുമല്ല, ദൈവം എന്നിൽ വലിയവനാണ് എന്ന സ്വയസമർപ്പിതമായ ഒരു തീരുമാനത്തോടെ ഈ നോമ്പുകാലം നമുക്ക് ധന്യമാക്കാം. നമുക്ക് വിനയപ്പെടാം. വിനയമാണ് ഉയർച്ചയ്ക്ക് കാരണം. അഹങ്കാരികൾ ഒരിക്കലും ഉയർച്ചയിൽ ജീവിതം മുന്നോട്ട് നയിച്ചിട്ടില്ല. അഹങ്കാരം ആപത്താണ്. ഒരിക്കലും ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് അത് നിദാനമല്ല. ക്രിസ്തീയ ജീവിതം സമർപ്പണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെതും ആയിത്തീരണമെങ്കിൽ ഈ നോമ്പുകാലം
ദൈവസന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.